സ്കൂൾ സമയമാറ്റത്തിൽ ചർച്ചയിൽ സമവായം. ഭൂരിഭാഗം സംഘടനകളും സർക്കാർ നിർദ്ദേശം അംഗീകരിച്ചുവെന്ന് മന്ത്രി വി ശിവൻകുട്ടി. ഈ വർഷം സമയമാറ്റം തുടരുമെന്നും മന്ത്രി. വിവരങ്ങളുമായി സൂര്യ ഗായത്രി ചേരുന്നു. സൂര്യ, സ്കൂൾ സമയമാറ്റ ചർച്ചയിൽ സമവായമായിരിക്കുന്നു. സമസ്തയടക്കം ഈ സമയമാറ്റത്തിൽ വഴങ്ങിയിരിക്കുന്നു. പരാതിയുണ്ടെങ്കിൽ അടുത്ത അധ്യയന വർഷത്തിൽ പരിശോധിക്കും. ഈ വർഷം ഗവൺമെന്റ് എടുത്ത തീരുമാനവുമായി മുന്നോട്ടു പോകുമെന്നും മന്ത്രി വി ശിവൻകുട്ടി വ്യക്തമാക്കിയിരുന്നു. മറ്റ് വിവരങ്ങൾ. സർക്കാർ തീരുമാനത്തിന് ശേഷം സമസ്തയടക്കമുള്ളവരുടെ വലിയ വിയോജിപ്പ് കാരണമാണ് വിദ്യാഭ്യാസ വകുപ്പ് ഇന്നിപ്പോൾ വിവിധ മത സംഘടനകളുമായി ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. 8 മുതൽ 10ാം ക്ലാസ് വരെയുള്ള കുട്ടികളുടെ സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാൻ കഴിഞ്ഞ മാസമാണ് സർക്കാർ തീരുമാനം എടുത്തിട്ടുണ്ടായിരുന്നത്. വെള്ളിയാഴ്ച ഒഴികെയുള്ള ദിവസങ്ങളിൽ രാവിലെയും ഉച്ചയ്ക്കുമായി പ്രവർത്തന സമയം 15 മിനിറ്റ് വീതമാണ് വർദ്ധിപ്പിച്ചത്. എന്നാൽ ഈ രാവിലെ 9:45 മുതൽ വൈകിട്ട് 4:15 വരെയുള്ള ക്ലാസ്സിൽ ഈ സമയം നീട്ടുന്നത് മതപഠനത്തിന് തടസ്സമാകുമെന്ന കാരണം ഉയർത്തിയാണ് എതിർപ്പുകൾ ഉണ്ടായത്. പിന്നാലെ സമസ്ത എതിർപ്പ് ഉയർത്തിയതിന് പിന്നാലെ കാന്തപുരം AP അബൂബക്കർ മുസ്ലിയാർ ഉൾപ്പെടെ രംഗത്ത് വന്നിട്ടുണ്ടായിരുന്നു. പിന്നീട് സംസ്ഥാന സർക്കാരിന്റേത് ഫാസിസ്റ്റ് സമീപനമാണെന്ന് ആരോപിച്ച് സുന്നി നേതാവ് നാസർ ഫൈസി കൂടത്തായും വിമർശനം ഉന്നയിച്ചു. പിന്നീട് മുസ്ലിം ലീഗ് ഉൾപ്പെടെയുള്ളവർ സർക്കാർ തീരുമാനത്തിന് എതിരെ ഒരു നിലപാടെടുക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു. എതിർപ്പ് തുടരുന്ന ഘട്ടത്തിലാണ് സർക്കാർ ഈ ഒരു ചർച്ച വിളിച്ചു ചേർത്തിട്ടുണ്ടായിരുന്നത്. പക്ഷേ ചർച്ചയിൽ സമസ്തയും സർക്കാരും തമ്മിൽ ഒരു സമവായത്തിൽ എത്തിയെന്നുള്ള വിവരമാണ് ഈ ഘട്ടത്തിൽ ലഭിക്കുന്നത്. ഭൂരിഭാഗം സംഘടനകളും സമയമാറ്റത്തെ സ്വാഗതം ചെയ്തു എന്നുള്ളതാണ് മന്ത്രി വി ശിവൻകുട്ടി ഇപ്പോൾ ചർച്ചയ്ക്ക് ശേഷം മാധ്യമങ്ങളോട് പ്രതികരിച്ചിട്ടുണ്ടായിരുന്നത്. ചർച്ചയിൽ സർക്കാരിന്റെ ഭാഗം അത് വിശദീകരിച്ചു. ഭൂരിഭാഗം സംഘടനകളും ആ നിർദ്ദേശം അംഗീകരിച്ചു. അതുകൂടാതെ തന്നെ സമസ്ത ഒന്നിലധികം ബദൽ നിർദ്ദേശങ്ങൾ സർക്കാരിന് മുന്നിൽ ഈ ചർച്ചയിൽ വെച്ചിട്ടുണ്ടായിരുന്നു. ആ നിർദ്ദേശങ്ങളൊക്കെ തന്നെ സർക്കാർ പരിഗണിക്കുമെന്ന വിശ്വാസമാണ് സമസ്ത മുന്നോട്ട് വെച്ചതെങ്കിൽ ഈ വർഷം സമയമാറ്റം തുടരുമെന്ന കാര്യം മന്ത്രി ഉറപ്പിച്ചു പറയുന്നു. ഈ വർഷം അത്തരത്തിൽ ഒരു മാറ്റവും ഉണ്ടാകില്ല. പരാതികൾ അടുത്ത വർഷം പരിഗണിക്കുമെന്ന് മന്ത്രി പറയുമ്പോഴും അതിലൊരു മാറ്റം ഉണ്ടാകുമെന്നുള്ള ഉറപ്പ് ആർക്കും നൽകിയിട്ടില്ല എന്നുള്ള കാര്യം കൂടി മന്ത്രി വ്യക്തമാക്കുകയാണ്. സമസ്തയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് മന്ത്രി ശിവൻകുട്ടി ഇപ്പോൾ പറഞ്ഞിട്ടുണ്ടായിരുന്നത്. ഇന്നത്തെ ചർച്ചയിൽ മത സംഘടനകളുടെ ഭാരവാഹികളും അതുപോലെ തന്നെ സ്കൂൾ മാനേജ്മെന്റ് പ്രതികളും ഉൾപ്പെടെ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു എന്നുള്ളതാണ്. എന്തായാലും സർക്കാർ നിലപാടിൽ ഉറച്ചു നിൽക്കുന്നു. ഈ എതിർപ്പുകൾ പറഞ്ഞ് അത് അവരെ ബോധ്യപ്പെടുത്തിയെന്ന് പറഞ്ഞുകൊണ്ട് തന്നെ സമയമാറ്റം അത് ഈ വർഷം തുടരുമെന്നുള്ള കാര്യമാണ് മന്ത്രി പറയുന്നത്. അടുത്ത അധ്യയന വർഷം മുതൽ മാറ്റങ്ങൾ ഉണ്ടാകുമെന്ന ഉറപ്പ് നൽകിയിട്ടില്ല എങ്കിൽ കൂടിയും അവരുടെ നിർദ്ദേശങ്ങൾ അത് അംഗീകരിച്ചു എന്നുള്ള കാര്യമാണ് സമസ്ത ഉൾപ്പെടെ പറഞ്ഞിരിക്കുന്നത്. എന്തായാലും രാവിലെയും വൈകിട്ടും 15 മിനിറ്റ് അധികമായി എടുത്ത് പിരീഡുകൾ ക്രമീകരിച്ചിട്ടുണ്ടെന്നും അതിൽ ഒരു മാറ്റം ഉണ്ടാകില്ല എന്നുള്ള കാര്യവും പറയുന്നുണ്ട് സർക്കാർ. ഈ ഹൈക്കോടതി നിർദ്ദേശപ്രകാരമാണ് സ്കൂൾ സമയം അരമണിക്കൂർ വർദ്ധിപ്പിക്കാനുള്ള തീരുമാനം സർക്കാർ കൈക്കൊണ്ടത്. അത് നേരത്തെ തന്നെ വിദ്യാഭ്യാസ വകുപ്പ് വ്യക്തമാക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു. ഇന്നിപ്പോൾ ചർച്ച ചേരുമ്പോൾ അക്കാര്യം ഈ സംഘടനകളോട് വിശദീകരിക്കാനും അത് പറഞ്ഞ് ബോധ്യപ്പെടുത്താനും വേണ്ടിയാണ് ചർച്ച വിളിക്കുന്നത് എന്നുള്ളതാണ് നേരത്തെ പൊതുവിദ്യാഭ്യാസ വകുപ്പ് അറിയിച്ചിട്ടുണ്ടായിരുന്നു. എന്തായാലും ചർച്ച കഴിഞ്ഞതിന് ശേഷവും സർക്കാർ തീരുമാനങ്ങളിൽ മാറ്റമുണ്ടാകില്ല എന്നുള്ളത് തന്നെയാണ്. 15 മിനിറ്റ് വീതം കൂട്ടിയത് സർക്കാർ പിൻവലിക്കില്ല എന്നുള്ളത് വ്യക്തമാക്കി കഴിഞ്ഞു. സമസ്തയെ കാര്യങ്ങൾ പറഞ്ഞ് ബോധ്യപ്പെടുത്തി എന്നുള്ളതാണ് വ്യക്തമാക്കിയിരിക്കുന്നത്. അവരുടെ നിർദ്ദേശങ്ങൾ സ്വീകരിച്ചിട്ടുണ്ട്. അത് അടുത്ത വർഷം പരിഗണിക്കുമെന്നുള്ള കാര്യവും മന്ത്രി പറഞ്ഞിട്ടുണ്ട്. വ്യക്തമാണ് സൂര്യ ഗായത്രി.